ഐശ്വര്യമാതായി ഉണ്ടോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ, കേൾക്കാവോ? കേക്കാം പ്രഭു. ഐശ്വര്യമാതായി എവിടെ ഇല്ലേ? തുടങ്ങാനോ? ഭയങ്കര മഴയാ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ മാതാജി, തുടങ്ങട്ടെ? ഓ ഓ ഓ, തുടങ്ങണം പ്രഭു. എനിക്ക് എന്റെ ഫോണിൽ ഒരു ഇമ്പോർട്ടന്റ് കോൾ വന്ന് അത് കട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പോയി. പ്രഭു തുടങ്ങണം. ഇവിടെ മഴയുണ്ടോ? ഇവിടെ ഭയങ്കര മഴയാ. ഇല്ല ഇല്ല, കുഴപ്പമില്ല പ്രഭു, തുടങ്ങിക്കോളൂ. ശരി. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തർക്കും വിനീതമായ നമസ്കാരം. ഈ ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് സ്വാഗതം. അദ്ദേഹത്തിന് നമുക്ക് ഒരു പ്രാർത്ഥന നടത്താം. ജയ രാധ മാധവ ജയ കുഞ്ച വിഹാരി, ജയ രാധ മാധവ ജയ കുഞ്ച വിഹാരി, ജയ ഗോപിജന വല്ലഭ ജയ ഗിരിവരധാരി, ജയ ഗോപിജന വല്ലഭ ജയ ഗിരിവരധാരി, ജയ യശോദാനന്ദന പ്രജന രഞ്ജന യമുന തീരാവനചാരി തീരാവനചാരി. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ജയ ജയ ജഗന്നാഥ് ജയ ജയ ജഗന്നാഥ്, ജയ ജയ രാധ മാധവ് ജയ ജയ രാധ മാധവ്. ജയ കൃഷ്ണ ബലറാം ജയ കൃഷ്ണ ബലറാം ജയ കൃഷ്ണ ബലറാം, ജയ ജയ ഗൗരനിതായ് ജയ 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 ഗൗരനിതായ്. ജയ ജയ പ്രഭുപാദ് പ്രഭുപാദ് ജയ ജയ പ്രഭുപാദ്. ജയ ഗുരുദേവ് ജയ ജയ ഗുരുദേവ്. നമോ ഓം വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ബദല ശ്രീമതേ മഹാവിഷ്ണുസ്വാമി നമനി. നമോ ഓം വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ബദല ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനി നമനി. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരണേ നിർവിശേഷ ശൂന്യവാദേ പാശ്ചാത്യദേശധാരണേ. ഇന്ന് ഭഗവത്ഗീതയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ശ്ലോകം അധ്യായം 1 ശ്ലോകം 21, 22. ശ്ലോകം വായിക്കാം. അർജുന ഉവാച സേനയോരുഭയോർമധ്യേ രഥം സ്ഥാപയാമേ അച്യുതാം യാവദേതാൻ നിരീക്ഷേഹം ഋതുകാമാനവസ്ഥിതാൻ. ശ്ലോകം 22. കൈർമയാ സഹയോദ്ധവ്യം അസ്മിൻ രണസമുദ്യമേ സേനയോരുഭയോർമധ്യേ രഥം സ്ഥാപയാമച്യുതാം യാവദേതാൻ നിരീക്ഷേഹം യുദ്ധുകാമാനവസ്ഥിതാൻ. കൈർമയാ സഹയോദ്ധവ്യം അസ്മിൻ രണസമുദ്യമേ.
വാക്യങ്ങളുടെ അർത്ഥം അർജുന ഉവാച, അർജുനൻ പറഞ്ഞു, അച്യുത അച്യുത അസ്മിൻ രണ സമുദ്ധ്യതേ, ഈ യുദ്ധാരംഭത്തിൽ മയ എന്നാൽ കൈസഹ ആരോടുകൂടെ യോദ്ധവ്യം യുദ്ധം ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നു ഞാൻ, അവരെയും യോദ്ധകാമാൻ യുദ്ധമിച്ഛിച്ച് അവസ്ഥിതാൻ നിരന്നു നിൽക്കുന്ന ഏതാൻ ഇവരെയും ഈ ജനങ്ങളെയും അഹം ഞാൻ യാവത് നിരീക്ഷെ നോക്കിക്കാണുന്നതുവരെ ഉഭയോ സേനയോ രണ്ട് സൈന്യങ്ങളുടെയും മധ്യേ നടുവിൽ മേ രഥം എന്റെ തേര് സ്ഥാപയ നിർത്തുക. വിവർത്തനം ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദർജിക്ക് ജയ്. ഏഹേ അച്യുത, ച്യുതി അഥവാ വീഴ്ച പറ്റാത്തവനെ, ഇരു സൈന്യങ്ങൾക്കും മധ്യത്തിലായി എന്റെ തേർ കൊണ്ട് നിർത്തുക. ആരൊക്കെയാണ് യുദ്ധകാംക്ഷികളായി ഇവിടെ വന്നിട്ടുള്ളതെന്ന് ഞാനൊന്ന് കാണട്ടെ. ഭാവാർത്ഥം. ശ്രീകൃഷ്ണൻ പരമദിവ്യോത്തമപുരുഷനായിരുന്നിട്ടും അഹേതുവായ കരുണയാൽ സുഹൃത്തിനെ സേവിക്കാൻ ഒരുങ്ങി ഭക്തന്മാരോട് അദ്ദേഹത്തിനുള്ള സ്നേഹത്തിന് ഒരിക്കലും കുറവില്ല. അതുകൊണ്ട് ഇവിടെ അച്യുത എന്ന പേര് ഉപയോഗിക്കപ്പെട്ടു. തേരാളി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് അർജുനന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കേണ്ടതുണ്ട്. അങ്ങനെ ചെയ്യാൻ വൈമുഖ്യം കാണിക്കാത്തതിനാൽ അദ്ദേഹത്തെ വീഴ്ചയില്ലാത്തവൻ അച്യുതൻ എന്ന് സംബോധന ചെയ്യുന്നു. തന്റെ ഭക്തന്റെ സാരഥിയാകാൻ സമ്മതിച്ചതുകൊണ്ട് കൃഷ്ണന്റെ സമുന്നത സ്ഥിതിക്ക് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. ഏത് നിലയിലും അദ്ദേഹം പരമദിവ്യോത്തമ പുരുഷനാണ്. സർവേന്ദ്രിയങ്ങൾക്ക് ഈശ്വരനുമാണ്. ഋഷികേശൻ ഭഗവാനും തന്റെ ഭക്തനുമായുള്ള ബന്ധം ദിവ്യവും സുമധുരവുമത്രേ. ഭക്തൻ എപ്പോഴും ഭഗവത് സേവനത്തിനൊരുക്കമാണ്. കൃഷ്ണനാകട്ടെ ഭക്തനെ ഏതുവിധമെങ്കിലും സഹായമരുളാൻ ഒരവസരം പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ഭക്തന്മാരോട് ആജ്ഞാപിക്കുന്നതിനേക്കാൾ ഭക്തന്മാരുടെ ആജ്ഞകൾ നിറവേറ്റുന്നതിലാണ് ഭഗവാൻ കൂടുതൽ സന്തോഷിക്കുന്നത്. അദ്ദേഹം പ്രഭുവായതുകൊണ്ട് എല്ലാവരും അദ്ദേഹത്തിന്റെ ചൊൽപ്പടിക്ക് നീങ്ങുന്നു. ഭഗവാനോട് ആജ്ഞാപിക്കത്തക്ക വിധത്തിൽ ഉന്നതനായി ആരുമില്ല. ഒരു സാഹചര്യത്തിലും ച്യുതി സംഭവിക്കാത്ത പ്രഭുവാണെങ്കിലും ഒരു ശുദ്ധഭക്തൻ തന്നോട് ആജ്ഞാപിക്കുന്നത് കാണുമ്പോൾ അദ്ദേഹം ദിവ്യാനുഭൂതി അനുഭവിക്കുന്നു. ഉത്തമ ഭക്തൻ എന്ന നിലയിൽ അർജുനന് തന്റെ സഹോദരന്മാരോടും ബന്ധുക്കളോടും യുദ്ധം ചെയ്യുന്നതിൽ താല്പര്യമുണ്ടായിരുന്നില്ല. ദുര്യോധനന്റെ പിടിവാശി മൂലം സമാധാനപൂർവമായ ഒരു ഒത്തുതീർപ്പിന് വഴി കാണാതെ വന്നതുകൊണ്ട് അദ്ദേഹം അതിന് പ്രേരിതനായെന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് യുദ്ധരംഗത്ത് മുന്നിട്ട് നിൽക്കുന്ന ആരെല്ലാമെന്ന് അറിയാൻ അർജുനൻ ഇത്രയും ഉത്കണ്ഠ കാട്ടിയത്. പോർക്കളത്തിലെത്തിയ ശേഷം ഒരു ഒത്തുതീർപ്പിന്റെ പ്രശ്നമേ ഇല്ല. എങ്കിലും അവരെയെല്ലാം ഒന്നുകൂടി കാണാനും അനാവശ്യമായ ഈ യുദ്ധത്തിന്റെ കാര്യത്തിൽ അവർക്ക് എത്രത്തോളം താല്പര്യമുണ്ടെന്ന് അറിയാനും അർജുനൻ ആഗ്രഹിച്ചു. ഹരേ കൃഷ്ണ. എല്ലാവർക്കും കേൾക്കാമല്ലോ ശരിക്കും? ഹരേ കൃഷ്ണ. കേൾക്കാം പ്രഭു, കേൾക്കാം. ഓം അജ്ഞാനതിമിരന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുഷും മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാതി സുഖദന്തികം. വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവം ച ശ്രീരൂപം സകരജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സദ്വൈവം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീവിശാഖാന്വിതാൻ ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃഷഭേൻ സുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ.
വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരിക്കൽ കൂടി പ്രണാമം. അപ്പം നമ്മളെ ഭഗവത്ഗീത ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. മഹാഭാരത യുദ്ധത്തിൽ നടന്ന ആ യുദ്ധത്തിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഭഗവാൻ അർജുനന് ഉപദേശിക്കുന്ന ആ കഥ, അത് നമ്മളിങ്ങനെ കുറെ ദിവസം കൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ അധ്യായങ്ങളിലൊക്കെ നമ്മൾ പഠിച്ചു. അതിനെപ്പറ്റി സാന്ദർഭികമായിട്ട് എല്ലാവരും പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ദുര്യോധനന്റെ ഈ അധ്യായത്തിന്റെ പേര് തന്നെ സൈന്യ നിരീക്ഷണം എന്നാണ് പേര്. അതുപോലെ തന്നെ അർജുനൻ വിഷാദയോഗവും രണ്ടുമുണ്ട്. അർജുനനോടൊപ്പം വിഷാദത്തിലാവുന്നതിനെ പറ്റി പറയുന്നുണ്ട്. ആ വിഷാദ മാറ്റുന്നതിന് വേണ്ടി കൃഷ്ണൻ ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി പറയുന്നുണ്ട്. ദുര്യോധനൻ സൈന്യത്തെയൊക്കെ നിരീക്ഷിച്ചു കഴിഞ്ഞു. അതിനുശേഷം എല്ലാവരും രണ്ട് കൂട്ടരും അവരവരുടെ യുദ്ധത്തിന്റെ കാഹളം മുഴക്കി കഴിഞ്ഞു. ഇനി യുദ്ധം ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ട് അങ്ങനെ നിൽക്കുകയാണ് അർജുനനും അതുപോലെ തന്നെ എതിർപക്ഷക്കാരായ കൗരവരും. അപ്പൊ അവിടെ വെച്ചാണ് ഈ സന്ദർഭം ഇപ്പൊ പറയുന്നത്. തൻ്റെ തേരാളിയായ ശ്രീകൃഷ്ണ ഭഗവാനോട് അർജുനൻ പറയുന്നു, രണ്ട് സൈന്യങ്ങളുടെയും മധ്യത്തിലേക്കൊന്ന് മാറ്റി നിർത്തിയാട്ടെ നമ്മളെ രഥം. നമുക്ക് കാണാമല്ലോ ആരൊക്കെയാണ് അവിടെ വന്നിരിക്കുന്നതിനോട് യുദ്ധം ചെയ്യാനുള്ളവർ. കാരണം അർജുനന് യുദ്ധം ചെയ്യുന്നതിനുള്ള താല്പര്യമൊന്നും ഇല്ലായിരുന്നു. അതിനുവേണ്ടി അതുപോലെ പാണ്ഡവർക്കും അങ്ങനെ യുദ്ധം ചെയ്യുന്ന താല്പര്യമില്ലായിരുന്നു. അവർക്ക് വേണ്ടുന്ന അവരുടെ സ്വത്ത് തിരിച്ചു കിട്ടണമെന്നുള്ള താല്പര്യം മാത്രമുള്ളായിരുന്നു. പക്ഷേ കൗരവപക്ഷത്ത് നിന്ന് അവരോട് നീതി കാണിക്കാതിരുന്നതിനാൽ അവസാനം ഭഗവാൻ കൃഷ്ണൻ ഇടപെട്ടിട്ട് പോലും അവർക്ക് വേണ്ടുന്ന നീതി കിട്ടിയില്ല. അതിനുശേഷം ആണ് ഈ യുദ്ധത്തിനുള്ള പുറപ്പാട് ഇങ്ങോട്ടുന്നത്. അപ്പൊ ആ യുദ്ധത്തിന്റെ രണ്ട് സൈഡിലും വേണ്ടപ്പെട്ടവർ തന്നെയാണ്. ജ്യേഷ്ഠന്റെ അനുജന്റെ മക്കളാണ് രണ്ടു കൂട്ടരും. അപ്പൊ അവര് തമ്മിൽ യുദ്ധം ചെയ്യുന്നു. രണ്ട് വിഭാഗത്തിൽപ്പെട്ട കൗരവ സൈനികരും അതുപോലെ തന്നെ പാണ്ഡവരുടെ കൂട്ടരും ഇവിടെ ഒത്തുകൂടിയിരിക്കുകയാണ്. ആ സ്ഥലത്ത്, അതായത് ഈ കുരുക്ഷേത്ര ഭൂമിയിൽ മൊത്തം ഏകദേശം കേരളത്തോടും വിസ്തീർണമുള്ള സ്ഥലമാണ് അത്ര അവിടെ. കാരണം അവിടെ ഇത്രയും ജനങ്ങള്, അതായത് രാജാക്കന്മാരും അവരുടെ സേനകളും കൂടിയിരിക്കുകയാണ്. എത്ര ജനങ്ങളെന്ന് വെച്ചാൽ ഒരു അക്ഷോണിയിൽ തന്നെ രഥം 21,870 എന്നാണ് പറയുന്നത്. അതുപോലെ ആനയും അതുപോലെ തന്നെ 21,870. കുതിര 65,610. കാലാൾപ്പട 1,09,350. ഇത്രയും ജനങ്ങൾ ഒരു അക്ഷോണിയിൽ തന്നെ ഉണ്ട്. അതേമാതിരി 10-12 അക്ഷോണി ഇവിടെ കൂടിയിട്ടുണ്ടായിരുന്നു. അതോ 18-17, എനിക്ക് ശരിക്കും ഓർമ്മയില്ല. എന്തായാലും കൗരവരുടെ ഇവരുടെയും കൂടെ ചേർന്ന് ഏകദേശം നമ്മുടെ കേരളത്തിന്റെ ജനസംഖ്യയുടെ അത്രയും തന്നെ ഉണ്ടായിരിക്കും. അപ്പൊ അത്രയും സ്ഥലത്ത് ഇങ്ങനെ കൂടിയിരിക്കുകയാണ്. ഓരോ രണ്ട് സൈഡിലും ഇതുപോലെ ആന, കുതിര, തേരാൾ, കാലാൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. രണ്ട് സൈഡിലും നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കൂ. അപ്പം എത്ര വിസ്തൃതമായ സ്ഥലമാണ് അവിടെ. ആ സ്ഥലത്ത് ഇങ്ങനെ മനുഷ്യര് എല്ലാവരും കൂടി നിൽക്കുന്ന സമയത്ത് കൃഷ്ണനോട് പറയുകയാണ്, അച്യുത, എൻ്റെ രഥം ഈ കൂട്ടുകാരുടെ മധ്യത്തിലൊന്ന് നിർത്തിത്തരൂ, ഞാനൊന്ന് കാണട്ടെ എങ്ങനെയാണ് ഇത്, ഇവരാരൊക്കെയാണെന്നുള്ളത്. നമ്മുടെ ബന്ധുക്കളെല്ലാം ഉണ്ട്, ശത്രുക്കളെല്ലാം ഉണ്ട്, നമ്മുടെ കുടുംബക്കാർ എത്ര പേരുണ്ട്, മറ്റുള്ളവർ എത്ര ഉണ്ട്. ഇത് ഇന്ന് ഇങ്ങനെയുള്ള യുദ്ധമല്ല നടക്കുന്നത്. ഇന്ന് ആ കാലത്ത് ഒരു 5000 വർഷത്തിന് മുമ്പ് നടന്ന കാര്യമാണിത്. അപ്പൊ അന്ന് ധർമ്മയുദ്ധമായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ധർമ്മയുദ്ധം. ധർമ്മത്തിന് വേണ്ടിയുള്ള യുദ്ധം, ധർമ്മഭൂമിയിൽ ചെയ്യുന്ന യുദ്ധം. അതനുസരിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ശ്ലോകങ്ങളൊക്കെ എല്ലാവരും പറഞ്ഞെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ അർജുനൻ ആരോടാ പറയുന്നറിയോ? കൃഷ്ണനോട്. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ആരെന്ന് നമുക്ക് നോക്കാം. കൃഷ്ണൻ ഈ പ്രപഞ്ച സൃഷ്ടിയുടെ എല്ലാത്തിന്റെ ഉടയവൻ. അതായത് ഈ പ്രപഞ്ചങ്ങളൊക്കെ ഇതാത് രീതിയിൽ നടത്തുന്നത് കൃഷ്ണന്റെ ഓർഡർ അനുസരിച്ചാണ്. കൃഷ്ണൻ എത്രയ്ക്ക് ശ്രേഷ്ഠനാണ് കൃഷ്ണൻ എന്ന് ആലോചിച്ച് നോക്കണം. അപ്പൊ ആ കൃഷ്ണനോടാണ്
അർജുനൻ പറയുന്നത് എൻ്റെ പേരൊന്ന് മാറ്റി അങ്ങോട്ട് നിർത്തൂ, ഞാനൊന്ന് കാണട്ടെ. അപ്പൊ അവിടെ എന്താണ് ഇത്ര ഭഗവാൻ അങ്ങനെ മാറ്റി നിർത്താനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, കൃഷ്ണൻ ഭക്തന്മാരുടെ സേവകനായിട്ട് മാറുകയാണ് ഏതവസരത്തിൽ. എത്ര ഭക്തന്മാർ സ്നേഹിക്കുന്നു കൃഷ്ണനെ, അതിനേക്കാൾ 10 ഇരട്ടി കൂടുതലായിട്ട് കൃഷ്ണൻ ഭക്തരെ സേവിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഭക്തന്മാരുടെ സേവകരായി മാറുന്നതിനും കൃഷ്ണന് യാതൊരു മടിയുമില്ല എന്നാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പൊ അതുപോലെ കൃഷ്ണനോട് എത്രമാത്രം നമുക്ക് സ്നേഹം ഉണ്ടാകുന്നു, അല്ലെ പ്രേമം ഉണ്ടാകുന്നു, അത്രയ്ക്ക് പ്രേമം കൃഷ്ണനും നമ്മളോട് തരും. കൃഷ്ണന്റെ ശരണം പ്രാപിക്കുന്നവർക്ക് എന്തുമാത്രം സഹായം കൃഷ്ണനും അതുപോലെ തന്നെ ചെയ്യുമെന്നാണ് പറയുന്നത്. കൃഷ്ണൻ പറയുന്നത് 9:4-63 ഭാഗവതം 9-ാം സ്കന്ധം 4-ാം അധ്യായം 63 പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ സ്വഭാവത്തെ പറ്റി, കൃഷ്ണന്റെ ഗുണത്തെ പറ്റി. നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ ശ്രീ ഭഗവാൻ ഉവാച അഹം ഭക്തപരാധീനോ ഹി സ്വതന്ത്ര ഇവ ദ്വിജാം സാധുഭിർഗ്രസ്തഹൃദയോ ഭക്തജനപ്രിയാം എന്ന് പറഞ്ഞാല് അതിനകത്ത് പറയുന്ന, ഇതിന്റെ യുഗാർത്ഥം പറയുന്ന പ്രഭുപാദർജി, പരമദിവ്യത്വം പുരുഷനായ ഭഗവാൻ ആ ബ്രാഹ്മണനോട് പറഞ്ഞു, ഞാൻ പൂർണ്ണമായി എൻ്റെ ഭക്തന്മാരുടെ നിയന്ത്രണത്തിലാണ്. തീർച്ചയായും ഞാൻ ഒട്ടും തന്നെ സ്വതന്ത്രനല്ല. എൻ്റെ ഭക്തന്മാരെല്ലാം എല്ലാവിധത്തിലും ഭൗതിക അഭിലാഷങ്ങളിൽ നിന്നും പൂർണ്ണമായി മുക്തരാകയാൽ ഞാൻ അവരുടെ ഹൃദയങ്ങളിൽ മാത്രം ഇരിക്കുന്നു. ഭക്തന്മാരെ കുറിച്ച് എന്തിനു പറയുന്നു? എൻ്റെ ഭക്തന്മാരുടെ ഭക്തന്മാർ പോലും എനിക്ക് വളരെ പ്രിയങ്കരനാണ്. അപ്പൊ അതാണ് കൃഷ്ണന്റെ ഗുണം. ഇത് ഈ സാഹചര്യത്തിൽ ഒരു ബ്രാഹ്മണനോട് പറയുന്ന, അതായത് ബ്രാഹ്മണൻ ദുർവാസാ മുനിയോട് പറയുന്നതാണ്. അംബരീഷ മഹാരാജാവിനെ ശല്യപ്പെടുത്തിയ ദുർവാസാ മുനി കൃഷ്ണന്റെ അടുത്ത് ചേരുമ്പോ ഇത് അദ്ദേഹത്തിന്റെ പരാതി പറയാൻ ചെന്നപ്പോൾ അംബരീഷ ദുർവാസാവിനോട് ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നതാണ് ഈ ശ്ലോകം. അതായത്, എനിക്ക് ഭക്തന്മാരാണ് ഏറ്റവും പ്രിയപ്പെട്ടത്, അതുകൊണ്ട് ഭക്തന്മാരെ തന്നെ പോയി അഭയം പ്രാപിക്കാൻ പറഞ്ഞു വിടുകയാണ് അവിടുന്ന്. അതാണ് ഈ ശ്ലോകം പറയുന്നത്. ഇപ്പം നമുക്ക് നമ്മുടെ ശ്ലോകത്തിലേക്ക് കിടക്കാം. അർജുനൻ ഒരു നൈപുണ്യമുള്ള യോദ്ധാവാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ യുദ്ധകലകളിൽ എല്ലാത്തിലും അദ്ദേഹം സമർത്ഥനാണ്. ഏറ്റവും ഒരു ശക്തിമാനും പല പല ദേവന്മാരുടെ അസ്ത്രങ്ങൾ അവരുമാണ്. ഏത് അവസ്ഥയിലും എവിടെയും യുദ്ധം ചെയ്യാൻ അദ്ദേഹത്തിന് ത്രാണിയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ശക്തിമാനായ അർജുനന്റെ പേരില് ഹനുമാന്റെ കൊടിയുമുണ്ട്. ഹനുമാനെ നമുക്കറിയാമല്ലോ, പരമഭക്തനാണ് ശ്രീരാമചന്ദ്രന്റെ. അപ്പൊ അദ്ദേഹത്തിന്റെ കൊടി, അടയാളമുള്ള കൊടി ആ രഥത്തിന് മുകളിലുണ്ട്. മാത്രമല്ല പരമപുരുഷനായ കൃഷ്ണനോടൊത്തുള്ള അദ്ദേഹത്തിന്റെ ഭക്തി അത്ര അധികം ആയിരുന്നു. ശ്രീകൃഷ്ണ ഭഗവാന്റെ ബന്ധുവും അതുപോലെ തന്നെ ഭക്തനും സ്നേഹിതനും ഒക്കെയാണ് അർജുനൻ. അപ്പൊ അങ്ങനെയുള്ള അർജുനനോട് എതിരാളിയാകാം എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ സമ്മതിച്ചതാണ്. അപ്പൊ ആ യുദ്ധത്തിൽ ഏറ്റവും പ്രതീക്ഷ, അതായത് ജയിക്കുക എന്നുള്ള പ്രതീക്ഷയുള്ളതും പാണ്ഡവർക്ക് തന്നെയായിരുന്നു. കഴിഞ്ഞ ശ്ലോകങ്ങളിൽ അതിനെപ്പറ്റി പ്രതിപാദിച്ചതാണ്. അപ്പൊ അത്രയ്ക്ക് ശ്രേഷ്ഠമായ ഒരു യുദ്ധത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന അർജുനന്റെ പേരാളിയായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ യഥാർത്ഥ പരമജീവത്വ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ്. അങ്ങനെയുള്ള അർജുനോട്
തേരാളിയായിട്ട് വരാമെന്ന് പറഞ്ഞ ശ്രീകൃഷ്ണ ഭഗവാൻ അദ്ദേഹത്തിന് കൃഷ്ണൻ അങ്ങനെയുള്ള കൃഷ്ണനെ തേരാളിയുടെ രൂപത്തിൽ അദ്ദേഹത്തിന്റെ ചുമതല നിർവഹിക്കാനുള്ള ഓർഡറുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അർജുനൻ. അർജുനന്റെ കാര്യം പറയുന്നതാണെങ്കിൽ ഏറ്റവും ആശ്രയിക്കുന്ന ഒരു ഭക്തനാണ് അർജുനൻ. അപ്പൊ അങ്ങനെ ഉള്ള അതുപോലെ തന്നെ കൃഷ്ണനും കൃഷ്ണനെ അച്യുത എന്നാണ് വിളിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഒരു കാലത്ത് ഒരു വിഷയത്തിനും തെറ്റില്ലാതെ പ്രവർത്തിക്കുന്ന ഭഗവാനാണ്. അതുകൊണ്ടാണ് അച്യുത എന്ന് വിളിക്കുന്നതും. പ്രിയപ്പെട്ട ഭഗവാനായതിനാലും അദ്ദേഹത്തെ അച്യുത എന്ന് അവിടെ സംബോധന ചെയ്തുകൊണ്ടാണ് അർജുനൻ പറയുന്നത് ഈ കുറച്ച് മുൻപോട്ട് മാറ്റി നിർത്തൂ, അതായത് ഈ യുദ്ധക്കളത്തിലോട്ട് മാറ്റി രണ്ട് സൈന്യത്തിന്റെ മധ്യത്തിൽ കൊണ്ട് എന്നെ നിർത്തൂ. അപ്പൊ അങ്ങനെ ഒരു ഓർഡർ കൊടുക്കണമെങ്കിൽ അത്രമാത്രം കൃഷ്ണനും അർജുനനും തമ്മിലുള്ള ബന്ധത്തെ പറ്റി നമ്മൾ ചിന്തിച്ചു നോക്കണം. അപ്പൊ അങ്ങനെയുള്ള അർജുനൻ കൃഷ്ണന്റെ ആ തേരിൽ ഇരുന്നു കൊണ്ട് തന്നെ, അതായത് യാത്ര ചെയ്യാൻ തേരിന്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് അർജുനനും നയിക്കുന്ന ആള് കൃഷ്ണനുമാണ്. അപ്പൊ ഇവിടെ എത്ര സ്നേഹസമ്പന്നമായിരിക്കും തമ്മിലുള്ള ബന്ധം. അപ്പൊ അതാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം, ഭാവാർത്ഥത്തിൽ പ്രഭുപാദരി എന്താ പറയുന്നത് നോക്കാം. ശ്രീകൃഷ്ണൻ പരമദൈവത്വം അഹൈതകമായ കരുണയാൽ സുഹൃത്തിനെ സേവിക്കാൻ ഒരുങ്ങി. ഭക്തന്മാരോ മറ്റ് കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കാതാണ് സുഹൃത്തിനെ സേവിക്കാൻ വേണ്ടി ശ്രീകൃഷ്ണൻ ഒരുങ്ങിയുടെ ഇറങ്ങിയിരിക്കുന്നത്. സ്നേഹത്തിന് ഒരിക്കലും കുറവില്ല. ഭക്തന്മാരോട് അദ്ദേഹത്തിനുള്ള സ്നേഹത്തിന് ഒരിക്കലും കുറവില്ല. ഇത് തന്നെയാണ് പറഞ്ഞത്. ഇപ്പം ആ ശ്ലോകത്തിൽ പറഞ്ഞത് തന്നെ, ഭക്തന്മാരോടുള്ള സ്നേഹത്തിന് കൃഷ്ണൻ ഒരിക്കലും കുറവുണ്ടാകാറില്ല, ഒരിക്കലും കുറവില്ല. അതുകൊണ്ട് ഇവിടെ അച്യുത എന്ന പേര് ഉപയോഗിക്കപ്പെട്ടു. തേരാളി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് അർജുനന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കേണ്ടതുണ്ട്. അപ്പൊ ആ തേരാളി എന്ന നിലയ്ക്ക് അർജുനൻ, അതായത് ആ തേരിന്റെ ഉടമസ്ഥനായിട്ട് ആരാണോ ഇരിക്കുന്നത്, അവര് പറയുന്ന മാതിരി എല്ലാം ചെയ്തെങ്കിലേ പറ്റൂ. നമ്മൾ പണ്ടൊരു കഥ പറഞ്ഞിട്ടുണ്ടല്ലോ, കൃഷ്ണന്റെ അവിടുത്തെ അന്നത്തെ രീതി എന്ന് പറയുന്നത് കാലുകൊണ്ട് ചവിട്ടി കൊടുക്കണം. ഇന്ന് ലെഫ്റ്റിലോട്ട് പോകണമെങ്കിൽ ലെഫ്റ്റ് തോളിലും റൈറ്റിലോട്ട് പോകണമെങ്കിൽ റൈറ്റ് തോളിലും ചവിട്ടി, അങ്ങനെയുള്ള സിഗ്നൽ ആയിരുന്നു അന്നുണ്ടായിരുന്നത്. അതായത് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തും വേറെ നിവർത്തിയൊന്നുമില്ല. രണ്ട് കൈ ഇങ്ങനെ അസ്ത്രങ്ങൾ വിടുന്നതിനൊക്കെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കിഴക്കോട്ടോ പടിഞ്ഞാട്ടോ അല്ലെങ്കിൽ തെക്കോട്ടോ വടക്കോട്ടോ ലെഫ്റ്റോ റൈറ്റോ മാറണമെങ്കിൽ ഇതുമാതിരിയുള്ള സിഗ്നൽ കാലുകൊണ്ട് കൊടുത്തെങ്കിലേ പറ്റും. അതും ഭഗവാൻ കൃഷ്ണന്റെ മുകളിൽ കാലുകൊണ്ട് ഇങ്ങനെ സിഗ്നൽ കൊടുക്കണം. അപ്പം നോക്കണം അവരുടെ ബന്ധം എത്രയുണ്ടെന്നുള്ളത്. അല്ലെങ്കിലും ഭഗവാനെ ഭക്തന്മാരോട് എത്രയ്ക്ക് സ്നേഹമാണ് പറഞ്ഞു തരാത്ത അദ്ദേഹത്തിന് ഭക്തന്മാരുടെ സേവകരെ പോലും ഈ ശ്രീകൃഷ്ണ ഭഗവാൻ ഭൃത്യനെ പോലെ കാണുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അത്രയ്ക്ക് പരമോന്നതനായ ദൈവോത്തമ കൃഷ്ണനാണ് ഇപ്പൊ തേരാളിയായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കാര്യമാണ് ഇതിനകത്ത് പറയുന്നത്. അങ്ങനെ ചെയ്യാൻ വൈമുഖ്യം കാണിക്കാത്തതിനാൽ അദ്ദേഹത്തെ വീഴ്ചയില്ലാത്തവൻ എന്ന് വിളിക്കുന്നു. അച്യുതൻ എന്ന് സംബോധന ചെയ്യുന്നു. തന്റെ ഭക്തന്റെ സാരഥിയാകാൻ സമ്മതിച്ചത് കൊണ്ട് കൃഷ്ണന്റെ സമുന്നത സ്ഥിതിക്ക് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. ഇതാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം. ഭഗവാൻ കൃഷ്ണൻ എങ്ങനെ പോയാലും എവിടെ പോയാലും കൃഷ്ണൻ തന്നെയാണ്. അദ്ദേഹത്തിന്റെ പദവിക്ക് യാതൊരു വ്യത്യാസം വരുത്തില്ല. അവിടെ തേരാളിയായി പോയത് കൊണ്ട് അദ്ദേഹത്തിന് മോശമായി പോകുന്നു. സകല പ്രപഞ്ചത്തെയും നിയന്ത്രിക്കുന്ന സൂര്യൻ പോലും സൂര്യനായിട്ട് ചന്ദ്രനായിട്ട് നക്ഷത്രങ്ങളാക്കി ഇട്ട് എല്ലാം പ്രവർത്തിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ഭഗവാന്റെ ശ്രീകൃഷ്ണന്റെ ഉത്തരവ് കൊണ്ടാണ്. അങ്ങനെയുള്ള ശ്രീകൃഷ്ണനാണ് ഇവിടെ അർജുനന്റെ ഭൃത്യനായിട്ട് അർജുനന്റെ
തേരാളിയായി വന്നിരിക്കുന്നത്, അല്ലെ അർജുനൻ പറയുന്നത് കേട്ട് അനുസരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ എന്ന് വിചാരിച്ചിട്ട് ഭഗവാന്റെ യഥാർത്ഥ ഭഗവത് ഗുണങ്ങൾ ഒന്നും യാതൊരു ക്ഷയവും സംഭവിക്കുന്നില്ല എന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ പ്രഭുപാദരി നമ്മളോട് പറയുന്നു. നമ്മൾക്കാണെങ്കിൽ നമ്മുടെ നാട്ടിലെ കുട്ടികളാണെങ്കിൽ 10ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ വേറൊരു ജോലിയും ചെയ്യാൻ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യമാണ് ഇന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇതുപോലുള്ള അർജുനന്റെയും ശ്രീകൃഷ്ണ ഭഗവാന്റെയും ഒക്കെ കഥകൾ അവരും പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. തന്റെ ഭക്തനുമായുള്ള ബന്ധം ദിവ്യവും സുമധുരവും അത്രയും. ഭക്തൻ എപ്പോഴും ഭഗവത് സേവനത്തിന് ഒരുക്കമാണ്. കൃഷ്ണനാകട്ടെ ഭക്തനെ ഏതുവിധമെങ്കിലും സഹായമരുളാൻ ഒരവസരം പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ഇതാണ് ഭക്തനും പരമാത്മാവും തമ്മിലുള്ള ബന്ധം. നമ്മൾ എത്രത്തോളം ഭഗവാനോട് സ്നേഹിക്കുന്നോ, ഭഗവാനോട് പ്രേമം വളർത്തുന്നോ, ഭഗവാൻ ഭക്തി നടത്തുന്നോ, ഭക്തി നടത്തണമെങ്കിൽ തന്നെ ഭക്തിയുത ഭഗവത് സേവനം ചെയ്തുകൊണ്ടേയിരിക്കണം. എങ്കിലേ ഭക്തി തുടർന്നു കൊണ്ടുപോകാൻ പറ്റൂ. ഭഗവാനുമായിട്ട് ആത്മബന്ധം ഉണ്ടാകണമെങ്കിൽ ഭക്തി പ്രേമ ഭാവത്തിലെത്തണം. അതിനുവേണ്ടി നമ്മൾ നിഷ്ഠയോടുകൂടി എന്നും പ്രവർത്തിക്കണം. പ്രവർത്തിക്കുക മാത്രമേ കൃഷ്ണനുമായിട്ട് നമുക്ക് ബന്ധപ്പെടാൻ പറ്റൂ. കൃഷ്ണന് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ ഓരോരുത്തരെയും ഭക്തന്മാരെ ഒരിക്കലും ശ്രീകൃഷ്ണ ഭഗവാൻ മോശപ്പെടാൻ സമ്മതിക്കുന്നില്ല. അതായത് ഒരിക്കലും അവർക്ക് ഒരു നാശവും സംഭവിക്കാതെ കൃഷ്ണൻ നോക്കിക്കൊള്ളും. പക്ഷെ അങ്ങനെയുള്ള ഒരു ബന്ധം ഭഗവാനും ഭക്തന്മാരും തമ്മിൽ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അത് ഭഗവാൻ ഏതവസരത്തിലും ഭക്തനെ ശുശ്രൂഷിക്കാൻ, ഭക്തന്റെ ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ തീർത്തു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഏതവസരത്തിലും കൃഷ്ണൻ റെഡിയായിട്ടിരിക്കുകയാണെന്ന് പറയുന്നു. അപ്പൊ സേവനം, നമ്മൾ എത്രമാത്രം സേവനം ചെയ്യുന്നോ അത്രയും അതിൽ കൂടുതലായിട്ട് ഭഗവാൻ നമ്മൾക്ക് സേവകനായിട്ടിരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ഭക്തരുടെ സേവനം ചെയ്യുന്നതാണ് ഭഗവാന് ഏറ്റവും സന്തോഷിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. പക്ഷേ അത് എങ്ങനെയുള്ള ഭക്തനായിരിക്കണം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത്രയ്ക്ക് ശ്രേഷ്ഠമായ ഭക്തി കൃഷ്ണനിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ നടത്താൻ പറ്റൂ. നമ്മുടെ നന്ദമഹാരാജാവിന്റെ കഥ അറിയാമല്ലോ. നന്ദമഹാരാജാവ് ശ്രീകൃഷ്ണ ഭഗവാൻ ചെറുപ്പത്തിൽ വളരുന്ന സമയത്ത് നന്ദമഹാരാജാവിന്റെ കൂടായിരുന്നു ജീവിച്ചെന്നുള്ള അറിയുമല്ലോ. അപ്പൊ ആ നന്ദമഹാരാജാവ് ഇദ്ദേഹത്തിനോട് പറയും, കൃഷ്ണനോട് പറയും, സാക്ഷാൽ കൃഷ്ണനോട് പറയും, പോയി എൻ്റെ മെതിയടി എടുത്തുകൊണ്ട് വരാൻ, അല്ലെ പാദരക്ഷ എടുത്തുകൊണ്ട് വരാം. അപ്പൊ അന്നത്തെ കാലത്ത് മെതിയടിയാണ് ഉള്ളത്, അത് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പൊ എത്ര ഭവീതമായിട്ട് അദ്ദേഹം പോയി എടുക്കാൻ വയ്യാത്ത വിധത്തിലാണ് ആ മെതിയടി നന്ദമഹാരാജാവിന്റെ അടുത്ത് കൊണ്ടുവയ്ക്കുന്നത്. അപ്പൊ അത്രയ്ക്ക് ഭക്തരുടെ സേവ ചെയ്യാൻ ഭഗവാനും തയ്യാറായിരുന്നു. അതേ സമയത്ത് ആ വ്യക്തി തന്നെയാണ് അവിടെ പർവ്വതം എടുത്ത് പൊക്കി ഒരു വിരൽ കൊണ്ട് പിടിച്ചിരിക്കുന്നത്. ഈ മിതേടി എടുത്തുകൊണ്ട് വരുന്ന ആ പടമൊക്കെ കണ്ടാൽ, ആ ഭാഗമൊക്കെ നമ്മളൊന്ന് മനസ്സിൽ വിചാരിച്ചു നോക്കിയാൽ എത്ര തന്മയത്വത്തോടു കൂടിയാണ് ഭഗവാൻ പെരുമാറുന്ന. ആ ഭക്തി, ആ നന്ദമഹാരാജാവിന്റെ എത്രമാത്രം ഭക്തനായിരുന്നു നന്ദമഹാരാജാവ്, അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കുന്ന ഭക്തി എത്രമാത്രം ശ്രേഷ്ഠതരമായിരുന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കാൻ നമുക്കറിയാൻ പറ്റും. അതുപോലെ പല പല കാര്യങ്ങൾ, എത്ര ഭക്തന്മാരെ രക്ഷിക്കുന്ന കാര്യം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഭാഗവതത്തിലും എല്ലാം വേണ്ട കഥകളൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ആ കഥകളിലൊക്കെ ധ്രുവ മഹാരാജാവിനെ സഹായിക്കുന്നത്, അതുപോലെ നമ്മുടെ ദ്രൗപദിക്ക് കൗരവ സദസ്സിലുണ്ടാകുമ്പം അവരെ സഹായിക്കുന്നത്. അപ്പൊ അവരൊക്കെ ശരിക്കും ഭക്തരായ കാരണത്താലാണ് ഇങ്ങനെയൊക്കെ സഹായങ്ങൾ കിട്ടിയത്. അതുപോലെ തന്നെ അർജുനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു, അദ്ദേഹം പരമഭക്തനായ കാരണത്താലാണ്. ഒരു സാഹചര്യത്തിലും ച്യുതി സംഭവിക്കാത്ത ധ്രുവാണെങ്കിലും ഒരു ശുദ്ധഭക്തൻ തന്നോട് ആജ്ഞാപിക്കുന്നത് കാണുമ്പോൾ അദ്ദേഹം ദിവ്യാനുഭൂതി അനുഭവിക്കുന്നു. നമുക്കങ്ങനെ ഉണ്ടാകാറുണ്ടോ? നമ്മളെ ആശ്രയിച്ചു കഴിയുന്ന ആരെങ്കിലും ഒരു വ്യക്തി നമ്മളെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര ദിവ്യാനുഭൂതി ഒന്നും ഉണ്ടാകത്തില്ല. അതേസമയത്ത് ഭഗവാന് ദിവ്യാനുഭൂതി, അതായത് അദ്ദേഹത്തിന് വളരെ സന്തോഷമാകും. അദ്ദേഹത്തിനെ സഹായിക്കണം എന്ന് അദ്ദേഹത്തോട് സഹായിക്കണമെന്ന് ഒരു ഭക്തൻ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് വളരെ സന്തോഷം ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പൊ പിന്നത്തെ കാര്യം, ഉത്തമ ഭക്തൻ എന്ന നിലയിൽ അർജുനന് തന്റെ സഹോദരന്മാരോടും ബന്ധുക്കളോടും യുദ്ധം ചെയ്യുന്നതിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല. നേരത്തെ പറഞ്ഞ കാര്യമാണ്. അപ്പൊ ഇതാണ് പ്രഭുപാദജി ഇവിടെ പറയുന്നത്.
ദുര്യോധനന്റെ പിടിവാശി മൂലമാണ് സമാധാനപൂർവമായ ഒരു ഒത്തുതീർപ്പുണ്ടാകാതെ ഇവിടെ ഈ യുദ്ധം ചെയ്യേണ്ടി വന്നത്. ഒരു യുദ്ധം ഉണ്ടായാൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നൊക്കെ ഉള്ളത് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അർജുനൻ കൃഷ്ണനോട് അടുത്ത ശ്ലോകങ്ങളിൽ പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഇതിനൊരു പ്രതിവിധി, ഇങ്ങനെയുള്ള അർജുനന്റെ ആ യുദ്ധത്തിനോടുള്ള വൈമനസ്യം ബന്ധുക്കളെ കാണുമ്പോൾ ഒരു ശാരീരികമായിട്ടുള്ള ഒരു ബന്ധം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉണ്ടായപ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഇതിനകത്ത് ഭഗവത്ഗീതയിൽ പറഞ്ഞ ഭഗവാനും നമ്മൾ ആരാണ്, ഭഗവാനുമായിട്ടുള്ള ബന്ധം എന്താണ്, ഭഗവാനും ആത്മാക്കളും എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നമ്മൾ പഠിച്ചു കഴിയുമ്പം ഈ അർജുനന്റെ ഇങ്ങനെയുള്ള ആ വിഷമങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടി രണ്ടാം അധ്യായത്തിൽ ഭഗവാൻ കൃഷ്ണൻ വേണ്ട വിധത്തിൽ എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അർജുനന്. അടുത്ത 1-2 സെന്റൻസുകളുണ്ട്. ഇത്രയും ഉത്കണ്ഠ കാട്ടിയത്, അർജുന ഉത്കണ്ഠ കാട്ടിയതിന്റെ കാര്യമാണ് പറഞ്ഞത്. എന്താണ് കാര്യം? അദ്ദേഹത്തിന്റെ ശാരീരികമായ ബന്ധങ്ങൾ അനുസരിച്ച് തൻ്റെ അച്ഛനാണ്, ഗുരുവാണ്, ബന്ധുക്കളാണെന്നൊക്കെ ഉള്ള വിചാരം വന്നതുകൊണ്ടാണ് അവിടെ ഒരു ചെറിയ അർജുനന് പ്രശ്നം ഉണ്ടാകുന്നത്. അതായത് യുദ്ധം ചെയ്യാനുള്ള താല്പര്യമില്ലാതൊക്കെ ആവുന്നുണ്ട്. പോർക്കളത്തിൽ എത്തിയ ശേഷം ഒരു ഒത്തുതീർപ്പിന്റെ പ്രശ്നമേ ഇല്ല. അവർ രണ്ട് സൈഡിലും ഉണ്ടായി കഴിഞ്ഞ് നിരന്ന് യുദ്ധത്തിന് വേണ്ടി നിരന്ന് നിൽക്കുകയാണല്ലോ. അതിന് പിന്നെ അതിനൊരു സന്ധ്യ സംഭാഷണമൊന്നും ഇനിയും കാണാൻ ഇല്ല. എങ്കിലും അവരെയെല്ലാം ഒന്നുകൂടി കാണാനും അനാവശ്യമായ യുദ്ധത്തിന്റെ കാര്യത്തിൽ അവർക്ക് എത്രത്തോളം താല്പര്യമുണ്ടെന്ന് അറിയാനും അർജുനൻ ആഗ്രഹിച്ചത് കൊണ്ടാണ് ശ്രീകൃഷ്ണ ഭഗവാനോട് ഇങ്ങനെ പറയുന്നത്. ശ്രീകൃഷ്ണ ഭഗവാനെ, അച്യുത, എൻ്റെ ഈ രഥം ഈ യോദ്ധാക്കളുടെ മധ്യത്തിലൊക്കെ ഒന്ന് മാറ്റി നിർത്തി തരണമേ എന്ന് അർജുനൻ അപേക്ഷിക്കുകയാണ്. പക്ഷെ സാധാരണക്കാർക്ക് ഇത് കേൾക്കുമ്പോൾ ഭഗവാനോട് ഇങ്ങനെ അപേക്ഷിക്കുന്ന തെറ്റല്ലേ എന്ന് ചിന്തിച്ചു പോവും. ഒരിക്കലുമല്ല. ആ ഭക്തനും പരമാത്മാവും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്, ഏത് വിധത്തിൽ ഭഗവാനെ നമ്മൾ ആശ്രയിക്കുന്നോ അതിനേക്കാൾ കൂടുതലായിട്ട് ഭഗവാൻ നമ്മളെ ആശ്രയിക്കുന്നു. അതായത് എന്തെല്ലാം ഭക്തിയുത ഭഗവത് സേവനം എങ്ങനെ നമ്മൾ തുടർന്നു കൊണ്ടുപോകുന്നോ അതിൻ്റെയൊക്കെ പ്രയോജനം ഭഗവാനിൽ നിന്ന് നമുക്ക് കിട്ടും. അതുകൊണ്ട് എല്ലാവരും ഭക്തിയുത സേവനം നമ്മൾ സാധാരണ ഈ പഠിക്കുന്നതുകൊണ്ടൊന്നും കാര്യമില്ലെന്നല്ല, ഇതുകൊണ്ട് ഭക്തി വളരുന്നില്ല എങ്കിലും നമുക്ക് മനസ്സിലാകാം. പക്ഷേ നമ്മൾ ഭക്തിയുത ഭഗവത് സേവനം ചെയ്തെങ്കിൽ മാത്രമേ കൃഷ്ണനുമായിട്ട് അടുക്കാൻ സാധിക്കൂ. അതുകൊണ്ട് നമ്മുടെ നിഷ്ഠയോടുകൂടിയുള്ള ഭക്തിയുത സേവനം എല്ലാവരും നടത്തണം എന്ന് ആണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയൊക്കെ ഉള്ള ഈ ശ്ലോകത്തെ 2 ശ്ലോകത്തെ പറ്റിയും പറയാനുള്ളത്. ഹരേ കൃഷ്ണ, ഇവിടെ വെച്ച് നിർത്താമെന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, വല്ലതും ഉണ്ടെങ്കിൽ അറിയാം. ഒന്നുമില്ല പ്രഭു, ഒന്നുമില്ല. വളരെ നന്നായിരുന്നു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. അനന്തകോടി വൈഷ്ണവ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വളരെ നന്ദി പ്രഭുജി, വളരെ നന്ദി. നല്ല ക്ലാസ് ആയിരുന്നു. പ്രണാം. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. പ്രണാമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നാളെ ഉണ്ടല്ലോ പ്രഭു കാലത്തെ ക്ലാസ്. വന്നാലും പ്രഭുജി, തീർച്ചയായും വന്നാലും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഇത് ഞാൻ കണ്ടില്ലായിരുന്നു പ്രഭു. ഞാൻ ഉണ്ടല്ലോ പ്രഭുജി, പ്രഭുവിന്റെ ക്ലാസ് കേൾക്കാൻ. സന്തോഷം. അതല്ല പ്രഭു, ക്ലാസിന്റെ ഷെഡ്യൂൾ ഇട്ടത് ശ്രദ്ധിച്ചില്ലായിരുന്നു. ഞാൻ ഇന്ന് വിളിച്ചപ്പോഴാ പ്രഭു കണ്ടത്, അതാ പറഞ്ഞു. ഹരേ കൃഷ്ണ. നാട്ടിൽ വന്നിട്ടുണ്ടല്ലോ. എന്തോ കേട്ടില്ല. സ്വയം സമ്പൂർണ്ണ പ്രഭു നാട്ടിൽ വന്നിട്ടുണ്ടല്ലോ. കേട്ടില്ല. സ്വയം സമ്പൂർണ്ണ പ്രഭു നാട്ടിൽ വരുന്നുണ്ടല്ലോ. വരുന്നുണ്ടെന്ന് പറയുന്നത് കേട്ടു. അവരുടെ ഉദ്ഘാടനം നടക്കുന്നു അവിടെ വിഷുവിന്. അന്ന് കാണാം പ്രഭു. അതെ, അന്ന് കാണാം. ഭഗവാൻ അനുഗ്രഹിക്കുകയാണെങ്കിൽ കാണാം. ഞാൻ വരുന്നുണ്ട്. എനിക്കറിയാം. ദൈവം അനുഗ്രഹിച്ചാൽ അതെ. ഭഗവാൻ അനുഗ്രഹിച്ചാൽ കാണാം പ്രഭു. സന്തോഷമായിട്ട് കാണാം.
ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ പ്രഭു. പ്രഭു, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ.